ഹലോ ഗായ്സ്, നമ്മുടെ വീട്ടിലെ കോഴിനെ വിൽക്കാൻ വന്ന ഒരാൾ. അപ്പോഴത്തേനും ദിയമോളും അച്ഛനും കൂടെ ഇങ്ങനെ ആലോചിക്കുവാണേ കോഴിനെ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോഴത്തേനും ദിയമോൾ ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് കോഴിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓക്കെ 2 എണ്ണം വാങ്ങിക്കുക, നമുക്ക് കൂടൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേനും ദിയമോൾ കാണിക്കുക, പിന്നെയും ഒരെണ്ണം കൂടെ വേണം. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഓക്കെ 3 എണ്ണം വാങ്ങിക്കുക. പിന്നെയും ദിയമോൾക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. കോഴിനെ കണ്ടപ്പോഴത്തേനും പറയും പിന്നെയും വേണം 2 എണ്ണം. അപ്പോൾ പറഞ്ഞ് 4 എണ്ണം വാങ്ങിച്ചു. 4 എണ്ണം വാങ്ങിച്ചപ്പോഴത്തേനും അയാൾ പറഞ്ഞു, ഓക്കെ കുഴപ്പമില്ല, ഒരെണ്ണം കൂടെ വാങ്ങിച്ചോന്ന് പറഞ്ഞു. ഇപ്പോൾ 5 പേരുണ്ട് നമ്മുടെ വീട്ടിൽ. എന്നിട്ട് ദിയമോൾ അച്ഛനും കൂടെ അകത്തൊക്കെ കൊണ്ടുവന്ന് ഇട്ട് അരിയൊക്കെ കൊടുത്തു കേട്ടോ. അതിന് ശേഷം ദിയമോൾ പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുവാണ്. അപ്പുറത്തൊരു കോഴി ഓടിപ്പോയിട്ടുണ്ട്, ഇപ്പുറത്ത് നിൽക്കണോ അപ്പുറത്ത് നിൽക്കണോ, ദിയമോൾക്ക് ആകെ കൺഫ്യൂഷൻ. ദാണ്ടേ കോഴി എന്നിട്ട് ഓടുക അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. ഇപ്പോഴാണ് ഈ കോഴീനെ എവിടെ നിൽക്കാനും സമ്മതിക്കത്തില്ല. അപ്പത്തിനും ചേട്ടൻ നോക്കുക. ചേട്ടൻ മിക്കിമോൻ നോക്കിയിട്ട് വിചാരിക്കുവാണേ, ആരാ ഇത് എൻ്റെ സാമ്രാജ്യത്തിൽ കയറിയ ആളിനെ ബോബു ആക്കിയിട്ട് ഓടിക്കാൻ നോക്കുക. മിക്കിനെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു. അപ്പോഴത്തേനും ദിയമോൾ പിന്നെയും പോയി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയാം, തൊട്ടില്ല. ദിയമോൾ മുമ്പ് നമ്മളൊരു പാവേനെ വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണേത്. അപ്പോൾ തൊട്ടില്ല, കോഴീനെ പിടിക്കാൻ നോക്കി, പറ്റിയില്ല. ദിയമോൾ ഡ്രസ്സിൻ്റെ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൂടില്ലല്ലോ, അപ്പോൾ അതിനകത്തിടാൻ വേണ്ടിയിട്ട് ദിയമോൾ വെയിറ്റ് ചെയ്യുവാണേ. എന്നിട്ട് ഓരോരെണ്ണത്തിനും ഗോതമ്പൊക്കെ പറക്കി കൊടുക്കുന്നുണ്ട്. വാലയെ പിടിച്ച് തൂക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഓടി ഒരു കൈയും കൊണ്ട് ഗോതമ്പ് കൊടുക്കും, മറ്റേ കൈയും കൊണ്ട് കോഴിനെ പിടിക്കാനുള്ള പരിപാടിയാണ്. പേടിയൊന്നുമില്ല കേട്ടോ ആളിന്. തൂക്കിയെടുത്ത് ലാസ്റ്റ് ചിറക കിട്ടി. ഒരെണ്ണത്തിനെ എടുത്ത് ബക്കറ്റിനകത്തിട്ട് ആഹാ എന്തൊരു സന്തോഷമാണെന്നറിയോ. അടുത്തതിനെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ദിയമോൾ. പിന്നെ നോക്കിയപ്പോഴത്തേനും ഒരെണ്ണത്തിനെയും തൂക്കിയെടുത്ത് അവിടുന്ന് പിടിച്ചപ്പോഴത്തേനും ചിറകാ കിട്ടിയേ. അവൾ മിടിക്കുക, എന്തൊരു സന്തോഷമാണ് നോക്കണേ ദിയമോൾക്ക്. അടുത്തതിനെയും പിടിച്ചിട്ടു. ഓടിപ്പോണതിനൊക്കെ പറക്കി വലിച്ച് അതിനകത്തിട്ട് ആഹാ ഭയങ്കര ഹാപ്പിയാണ് ദിയമോൾ. അങ്ങനെ 4മത്തേനും പിടിച്ച് അതിനകത്തിട്ട്. പേടിയൊന്നുമില്ല കേട്ടോ ആളിന്. ലാസ്റ്റ് ഫൈനൽ പിടിച്ചിട്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമാണ്. എന്തൊരു ഹാപ്പിയാന്ന് നോക്കിയേ. സുന്ദരി കുട്ടി. പിന്നെയും പോവുകയാണ് ഇളക്കിയിട്ട് തൊട്ടിലും എടുത്തിട്ട്. ദിയമോളെ കൊണ്ട് തോറ്റ് നമ്മൾ. എന്നിട്ട് കോഴിയാണെങ്കിൽ തൊട്ടിൽ നിന്ന് ഓടിപ്പോയി. പിന്നെയും ദിയമോൾ അങ്ങ് കിണിച്ചോണ്ടിരിക്കുക. ആ ചിരിയല്ല, അത് ചിരിച്ചിരിക്കുക. പിന്നെയും പോയി പിടിച്ചു വെക്കും. കോഴി പിന്നെയും പോവും. നമുക്ക് അറിയത്തില്ല തൊട്ടിൽ വെച്ച് അതിനകത്ത് കിടക്കും എന്നുള്ള കാര്യം. ഇറങ്ങിപ്പോയി നമ്മൾ വിചാരിച്ചു അതിനകത്ത് തന്നെ കിടക്കുമായിരിക്കുന്നു. ദിയമോൾ മടുത്ത് പോവുകയാണ്. പിന്നെയും തൊട്ടിലിനകത്ത് ഒരെണ്ണത്തിന് പിടിച്ച് വെക്കും, മറ്റയാളെ പിടിക്കുമ്പോഴത്തേനും അവനങ്ങ് ഇറങ്ങിപ്പോവേ. എന്നിട്ട് പിന്നെയും ബക്കറ്റ് കമിച്ചിട്ട് ദിയമോൾ പോവുക.